ഹലോ, കുഞ്ഞൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരു കുഞ്ഞു വ്ളോഗ് എടുത്താലോ എന്ന്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് പപ്പ വീട്ടിലുണ്ട്, പപ്പയ്ക്ക് ഇന്ന് വർക്കില്ല. അപ്പോൾ പപ്പയും മമ്മിയും ഞാനും അമ്മൂമ്മയും ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് കറണ്ടും ഇല്ല. ഇന്നലെ രാത്രി 2 മണിക്ക് കറണ്ട് പോയിട്ട് കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തോ ആക്സിഡൻ്റ് എന്തോ നടന്ന് പോസ്റ്റിലിടിച്ച് അങ്ങനെ എന്തൊക്കെയാണ് പറയണേട്ടാ, എനിക്കറിയില്ല കറക്റ്റ്. അപ്പോൾ KCBയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ 2 മണിക്ക് കറണ്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുള്ള കറണ്ട് ഇല്ലാത്ത ഒരു കുഞ്ഞിടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ജാനുവരി 26 കേട്ടോ. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ക്ലാസ് ഇല്ല. രാവിലെ ആയപ്പോഴത്തേക്കും നടുക്കത്തെ ആളതേ വണ്ടിയും കൊണ്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ട് ഇളയാളും പുറകെ പോന്നിട്ടുണ്ടായിരുന്നു. ഇതുങ്ങൾ രണ്ടും നേരക്ക് കണ്ട ഇടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരാളെ പൊക്കത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ മമ്മിയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താവുമ്പോൾ ഞങ്ങൾ എപ്പോഴും വെള്ളം തിളപ്പിക്കാനൊക്കെ വെക്കോട്ടാ. ഈ പുറകിൽ അടപ്പിലാണ് വെള്ളം കുടിക്കാൻ തിളപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഇളയാൾ താഴെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് തന്നെ അവൻ തന്നെത്താനെ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ട് നടക്കണമായിരുന്നു. അപ്പോൾ മമ്മി ചെറുതായിട്ടൊന്ന് വടിയൊക്കെ കാണിച്ച് പേടിപ്പിച്ചൊക്കെ നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി പേടിപ്പിച്ചിട്ട് പോയപ്പോൾ ആൾ കുറച്ച് നേരത്തേക്കൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഫോൺ മാറ്റിയപ്പോൾ തന്നെ അവൻ ചിരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെറുതേക്ക് ഇരിക്കണല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ നെയിൽ പോളിഷ് എടുത്തുകൊണ്ട് വന്നു. കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഒരു വയലറ്റ് ഷെയ്ഡ് അടിക്കാമെന്ന്. അങ്ങനെ പയ്യെ അതൊക്കെ തുറന്നതൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാട്ട് പാടി കൊടുത്തല്ലയോ എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചിൻ്റെ പാട്ട്? അടിപൊളിയല്ലേ? അങ്ങനെ ക്യൂടെക്സൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അവനൊരു പുറത്തൊരു ഊഞ്ഞാല കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നേരം ഒരു നാടി. അപ്പോൾ മറ്റേ പിള്ളേർ അപ്പുറത്ത് നിന്ന് 2 പേരും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശരിക്കും നമ്മൾ ഉച്ചക്കത്തേക്ക് പിലോപ്പി പാല് കറി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ തലേദിവസം 2 മണിക്ക് തന്നെ കറണ്ട് പോയതുകൊണ്ട് മിക്സി അടിക്കാനോ കാര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് അത് മമ്മി പുളിയിട്ട് എന്തോ വറ്റിച്ച് വെച്ചേക്കണാണ്. പിന്നെ ഉച്ചയ്ക്ക് എപ്പോഴേക്കും കറണ്ട് വരാത്ത കാരണം കിടക്കാനും പറ്റാത്ത കാരണം എൻ്റെ അമ്മൂമ്മ പുറത്തേക്ക് ഇരുന്ന് വീക്ഷണൊക്കെ ഉണ്ടായിരുന്നേ. കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പപ്പ വന്നിട്ടുണ്ടായിരുന്നു. പപ്പ എവിടെയോ പോയിട്ട് ഒരു കവർ മീനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്ര മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തോ കണമ്പ്, കുഞ്ഞുമുള്ളൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 മണിക്ക് കറണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് 3 മണിക്കാണ് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3:30 ആയപ്പോഴേക്കും പപ്പയുടെ പെങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി വന്നപ്പോഴേക്കും ആൻറ്റി കുറച്ച് പ്ലം കേക്കും പിന്നെ അപ്പവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി തിരിച്ചിറങ്ങിയപ്പോൾ ആൻറ്റീനെ ഞങ്ങൾ മെയിൻ റോഡ് വരെ ഒന്നുകൊണ്ട് ആക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ദേ നമ്മുടെ വാവക്കുട്ടൻ ചെറുതായിട്ടൊക്കെ പിന്നെയും വളർന്ന് വന്നുകൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കറിയൊക്കെ മമ്മി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ കറിയും മീൻ വറുത്തൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബൈ.